നമ്മുടെ കാർഷിക സുഗന്ധങ്ങൾ തേടിയാണ് ലോകം മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. നമ്മുടെ നാട്ടിൽ ആ കൃഷി കൂടുതൽ നന്നായി ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോഴും. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. വയനാട് അമ്പലവയലിൽ എടയ്ക്കൽ ഗുഹയുടെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാ ഇഞ്ചി എന്നൊന്നും പറഞ്ഞ പോരാ ആണ് ഇഞ്ചി. 2 മാസം പ്രായമായ ഇഞ്ചിയാണ് ഇപ്പോൾ ഉള്ളത്. ബിനീഷ് ഡൊമിനിക് എന്ന് പറയുന്ന ഒരു കർഷകനുണ്ട്. ബിനീഷ്, എന്താണ് ഏർപ്പാടുകൾ? ഇഞ്ചി നിങ്ങൾ നിലം തൊട്ടും വളർത്തുന്നുണ്ട്. ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഇഞ്ചി കൃഷി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ്. കർണാടക ആണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന രീതി. ഈ വയനാട്ടിൽ നിന്ന് കുറെ പേര് കർണാടക, ഒരുപാട് ആളുകൾ കർണാടകയിൽ പോയിട്ട് കൃഷി ചെയ്തിട്ട് നഞ്ചൻകോട് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കൃഷി ചെയ്യുന്ന ഒരു കൃഷി ഇതുവരെയും എൻ്റെ കൃഷികൾ മുഴുവനും ഓരോ വർഷങ്ങളും പുതിയ സക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കൃഷി രീതികളാണ്. ഞാൻ പുരാതനമായ കൃഷി രീതികളല്ല ചെയ്യുന്നത്, പുതിയ രീതികളിൽ. അത് ഞാൻ പറഞ്ഞ എൻ്റെ ഒറ്റ ഫോർമുല കൃത്യമായിട്ട് പറയാം. പനി വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ പാരസെറ്റമോൾ കുടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് എൻ്റെ മനസ്സിൽ. നമ്മൾ ഇഞ്ചികൾക്ക് അസുഖമുണ്ടെങ്കിൽ മാത്രം അതിന് മരുന്നടിക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കെമിക്കലുകളുടെ ഉപയോഗം, അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. പക്ഷേ എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. എത്ര കാലമായി ഇഞ്ചി കൃഷി തുടങ്ങിയിട്ട്? ഞാൻ കർണാടകത്തിൽ കൃഷി തുടങ്ങിയിട്ട് ഒരു 16 വർഷത്തോളമായിട്ടുണ്ട്. എവിടെയാണ്? പല സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിട്ടുണ്ട്. കർണാടകയുടെ ഹാസൻ ഡിസ്ട്രിക്റ്റിൽ ചെയ്തിട്ടുണ്ട്, ഷിമോഗ, ശിക്കാരിപുരം, കൂർഗ് സൈഡിൽ കൃഷി ചെയ്തിട്ടുണ്ട്. നിലവിലെ കൃഷി നടക്കുന്ന എച്ചിരിക്കോട്ടയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. മൈസൂർ താലൂക്കിൽ. ഛത്തീസ്ഗഡിൽ പോയിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്, ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ കൊണ്ടേഗാവ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ഉണ്ട്, അവിടെ പോയിട്ട് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു 40 ഏക്കറോളം കൃഷി ഞങ്ങൾ 3 പേര് കൂടിയിട്ട് പാർട്ണർഷിപ്പിൽ 40 ഏക്കറോളം കൃഷി ചെയ്തു. അവിടെ വെള്ളമുണ്ട്, ബോർവെൽ നമ്മൾ അടിക്കണം. പക്ഷെ അവിടെയുള്ള ആളുകൾ വളരെ സൗമ്യമായ ആളുകളാണ്. വയനാട്ടിൽ നിന്ന് ഇഞ്ചി പോകാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ആകുമ്പോഴേക്കും ഇത് ഇഞ്ചി പറിക്കും. അപ്പോൾ പറിക്കാൻ കാരണം എന്ന് വെച്ചാൽ കേട്, മണ്ണിൽ നിന്നുള്ള ഒരുപാട് കേട്, മഹാളി പോലുള്ള കേടുകൾ വരുന്നിട്ട് ഇവിടെ കൃഷികൾ വേഗം പറിച്ചു കളയും. അങ്ങനെയാണ് ആളുകൾ കർണാടകയുടെ പുതു മണ്ണ് തേടി, പുതു അവസ്ഥകൾ തേടി കർണാടകയിലേക്ക് ചേക്കേറിയത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മാറ്റം വരണം എന്നിങ്ങനെ കുറേ നാളുകളായിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ്. ഇവിടെ കൂടുതലായിട്ട് മരുന്ന് അടിച്ച് ഭൂമി ഫെർട്ടൈൽ അല്ലാതായപ്പോൾ പുതിയ സ്ഥലം തേടി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ അവസ്ഥ വന്നപ്പോൾ പുതിയ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ അമ്പലവയലിൽ എനിക്കൊരു നഴ്സറി ഉണ്ട്, ആമീസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു ഗ്രോ ബാഗ് സിസ്റ്റം, അത് ഗ്രോ ബാഗിൽ വെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. പണികൾക്ക് ആളെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈ ഗ്രോ ബാഗ് സിസ്റ്റം ചെയ്യാനുള്ള ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഇഞ്ചി കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കേടാണ് വരുന്നത്. ഇപ്പോൾ ഈ ഗ്രോ ബാഗ് ഒരെണ്ണത്തിനകത്ത് ഒരു കേട് വന്നു. ഈ ഗ്രോ ബാഗ് ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നമുക്ക് സേഫാണ്. ആ ഒരു യൂണിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതായിട്ട് ബന്ധമില്ല. ആ യൂണിറ്റ് മാത്രം അതാണ്, ബാക്കിയെല്ലാം നമുക്ക് സേഫായിട്ട് നോക്കാൻ പറ്റും. ഒരു വർഷം നമ്മളിങ്ങനെ ഇതിപ്പോൾ ഇത്രയും കാണുന്ന ഒരു ഇഞ്ചി ഉണ്ട്. ഈ ഒരു വർഷം നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് 1000-കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള എവിടെയും കിട്ടാത്ത തരത്തിലുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സീഡ്സ് ആണ് നമുക്ക് കിട്ടുക. കൃഷി ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യം നല്ല മണ്ണ്, നല്ല വിത്ത്, നല്ല വെള്ളം. ഇതാണ് കൃഷികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വേണ്ട ഒരു സാധനം. അപ്പോൾ അതിന് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ആ വിത്ത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഗ്രോ ബാഗ് സിസ്റ്റത്തിലേക്ക് വരാൻ കഴിയും. അപ്പോൾ
അപ്പോൾ ഏകദേശം ഒരു 640ഓളം ബെഡാണ്. ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരമാണ്. ഒരു ഏക്കറിൽ നമ്മൾ എടുക്കുക. 2 കുഴി നടാൻ പാകത്തിന് ഏകദേശം 640ഓളം ബെഡുകളാണ് ഒരു ഏക്കറിൽ നമ്മൾ കൃഷി ചെയ്യുക. 3.5 അടി അകലത്തിലാണ് ഓരോ ബെഡും നമ്മൾ എടുക്കുന്നത്. 3.5 അടി അകലത്തിൽ ഓരോ ബെഡുകളും നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം 640ഓളം ബെഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 640ഓളം ബെഡുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കുഴിയിൽ വരുന്ന ഏകദേശം 20 എണ്ണമാണ് ഒരു കുഴിയിൽ വരിക, ഒരു ബെഡിൽ വരിക. ഏകദേശം 40 എണ്ണം. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 24,000ഓളം ഏതാണ്ട് സീഡുകൾ, വിത്തുകൾ ഒരു ഏക്കറിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഗ്രോ ബാഗ് വെക്കുകയാണെങ്കിൽ അത് ഗ്രോ ബാഗ് വരുമ്പോൾ അതിനെക്കാളും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇഞ്ചിയിൽ എടുക്കുമ്പോൾ നമ്മൾ ചാലെടുക്കണം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ വേസ്റ്റ് ആയിട്ട് പോകും. ഈ ഗ്രോ ബാഗിലേക്ക് ചെയ്യുമ്പോൾ അതൊന്നും വേണ്ട. നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊരു വീഡ് മാറ്റ് വിരിച്ച്, മണ്ണിൽ വീഡ് മാറ്റ് വിരിച്ചിട്ട് അതിനകത്താണ് നമ്മൾ ഈ ഗ്രോ ബാഗ് വെക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 2 ഏക്കറോ 5 ഏക്കറോ സ്ഥലങ്ങൾ കൃഷി ചെയ്ത് കേട് പിടിച്ച ഭൂമി ആയിരിക്കാം. ആ ഭൂമിയിലേക്ക് നമ്മൾ വീഡ് മാറ്റ് വിരിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗസോ കാര്യങ്ങളൊന്നും നമ്മളെ മേലേക്ക് അറ്റാക്ക് ചെയ്യില്ല. എങ്ങനെയാണ് ഒരു ബാഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഒരു ബാഗ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് മണ്ണ് കുറയ്ക്കുക. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് തിയറി. മണ്ണ് കുറച്ച് ചകിരിച്ചോറ്, ചാണാൻ, കമ്പോസ്റ്റ്, മണ്ണ് ഈ 3-1 മാത്രമാണ് മണ്ണ് ഉപയോഗിക്കുന്നത്. ഒരു വേരോട്ടം മണ്ണ്, 3-1 ചകിരിച്ചോറ്, ബാക്കി 3-1 കമ്പോസ്റ്റും ബാക്കിയുള്ള ജൈവവളങ്ങളും ചപ്പുകളിടും, നമ്മുടെ ഇലകള്, വേസ്റ്റുകള്, നമ്മളിവിടെ ഉണ്ടാവുന്ന സാധനങ്ങളെല്ലാം ഇട്ട് ആട്ടും കാട്ടും ഇതെല്ലാം കൂടി ഇട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി ആ കമ്പോസ്റ്റും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഗ്രോ ബാഗിൽ എത്ര നിറയ്ക്കണം? നമ്മൾ ഒരു ഗ്രോ ബാഗ്, ഇത് 15x15 ഗ്രോ ബാഗാണ്. 15x15 വലുപ്പമുള്ള ഗ്രോ ബാഗാണ്. ഈ ഗ്രോ ബാഗിന്റെ ഒരു ഏകദേശം പകുതിയിൽ കൂടുതൽ സ്ഥലത്തേക്ക് മണ്ണിട്ടതിന് ശേഷം നമ്മൾ വിത്ത് വെക്കുന്നു. വിത്ത് വെച്ചിട്ട് നമ്മൾ ലേശം കൂടെ മണ്ണിട്ട് മൂടി, അല്ലെങ്കിൽ കരികില ചപ്പോ വാഴയില ചപ്പോ എന്തെങ്കിലും ചപ്പുകൾ കൊണ്ട് ഇതിനെ മൂടി ഇതിനെ സംരക്ഷിച്ച് വെക്കുന്നു. ആഴ്ചയിൽ വല്ലപ്പോഴും നനച്ചു കൊടുക്കുന്നു. ഇത് ഏപ്രിൽ 25-ാം തീയതി നട്ടതാണ്. 2 മാസം കഴിഞ്ഞ് ഏകദേശം ഒരു 10 ദിവസവും കൂടി ആയിട്ടുള്ളൂ ഈ സാധനം ഉണ്ടായി. ഇതേ സെയിം അവസ്ഥയിൽ ഞാനിവിടെ നമ്മുടെ വയലിൽ ഞാൻ ഇതേ ദിവസങ്ങളിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ റിസൾട്ടും അതിനേക്കാൾ കൂടുതൽ ഗുണവും ആവുന്നത് ഇത് തന്നെയാണ്. മണ്ണിൽ കൂടുതൽ നന്നാവാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇപ്പം നമ്മൾ വളം ഒഴിക്കുകയാണ്. വളം ഒഴിക്കുന്ന സമയത്ത് ഞാനെല്ലാം ഇതിനകത്ത് വളം കലക്കി ഒഴിക്കുക ചെയ്തിട്ടുള്ളത്. അതായത് മൈക്രോ ന്യൂട്രിയൻസുകളും NPK ബേസ്ഡായ വളങ്ങളും കലക്കി ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തുകൊണ്ട് ഇത് ഗ്രോത്ത് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളം കൃത്യമായിട്ട് അളവിൽ ഇതിൽ നിൽക്കും, വേസ്റ്റ് ആവില്ല. മണ്ണിലാണെങ്കിൽ ഇത് മുഴുവൻ പല രീതിയിലേക്ക് സ്പ്രെഡായിട്ട് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഇതിന് മേലെ ഈ കരികില ഇടുന്നത് കൊണ്ട് ഇതിനകത്തേക്ക് കള വരില്ല. പിന്നെ നിലത്തുനിന്ന് വീഡ് മാറ്റ് വിരിക്കുന്നുണ്ട്, നിലത്ത് കള പൊന്തില്ല. അതുകൊണ്ടാണ് കള നേരത്തെ പൊന്തില്ല. വേറെ നമ്മൾ ഇപ്പൊ റൗണ്ടപ്പ് അല്ലെങ്കിൽ ഗ്രാമക്സോണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഞ്ചിപ്പാടങ്ങളിൽ ഇത് കളയെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ. ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. റൗണ്ടപ്പ് ഒക്കെ അങ്ങനെയാണ്. റൗണ്ടപ്പ് നമ്മുടെ കേരളത്തിൽ ബാൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഗ്രാമക്സോൺ പോലെയുള്ള ഗ്രാമക്സോണിന്റെ വേറെ കണ്ടന്റുകളായ മരുന്നുകളാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കളയെ നശിപ്പിക്കാനായിട്ട്. അപ്പം ഈ സാധനത്തിന്റെ ഒക്കെ ഉപയോഗം മണ്ണിനെ കൂടുതൽ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഇഞ്ചി കൃഷി രീതിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഗ്രോ ബാഗ് ചെയ്യുന്ന ഗ്രോ ബാഗ് സിസ്റ്റം. ഇതിനു മുമ്പ് ഞാൻ സാമ്പിളായിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്തിരുന്നു. അത് സക്സസ് ആയതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു രീതികൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വീട്ടിൽ ഒരു ഫ്ലാറ്റ് ഉള്ളവരാവട്ടെ, അവനവൻ്റെ വീട്ടിൽ കൃഷി ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരു 4 ഗ്രോ ബാഗിൽ ഒരു 10 ഗ്രോ ബാഗിൽ കൃഷി ചെയ്താൽ നമ്മൾ ഒരു വർഷത്തേക്കുള്ള നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ നമുക്ക് എന്ന് വെച്ചാൽ ഈ മണ്ണിൽ വയ്ക്കാം. ഫ്ലാറ്റുകളിൽ 25-ാം നിലയിൽ താമസിക്കുന്ന ഒരുത്തനാണെങ്കിലും അവിടെ ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് പിന്നെ ഇഞ്ചി വേണ്ട. ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങണം. അതായത് ഒരു ബാഗിൽ നിന്ന് മിനിമം 2.5-3 കിലോയോളം ഒരു ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത് കൃഷി ചെയ്യാം. പക്ഷേ കൃഷിയുടെ അവസ്ഥ അനുസരിച്ച് 10 കിലോ വേണമെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് 2.5 മുതൽ 3 കിലോ വരെ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് കിട്ടും. ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് 10 ഗ്രോ ബാഗിൻ്റെ 30 കിലോത്തോളം ഇഞ്ചിയായി. ഏറ്റവും കുറഞ്ഞത് 30 കിലോ കൂടുതലൊന്നും ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് ഇഞ്ചി വേണ്ട. ഇതിനെ ഇലകൾ തിന്നുന്ന പുഴുക്കളെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു കീടനാശിനി മാത്രം ഇതിനകത്ത് ഉപയോഗിച്ചാൽ മതി. വേറൊരു പ്രശ്നം വരില്ല. കാരണം ഇതിനകത്ത് കേടില്ല. ചെടികൾക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPKയും മൈക്രോ ന്യൂട്രിയൻസുമാണ്. ഇത് മാത്രം വൃത്തിയായ ഇടവേളകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ചെടിയും ഹെൽത്ത് ആയിരിക്കും. നമ്മളൊരു ഫ്രൂട്ട്സ് കഴിക്കുന്നത് പോലെയാണ് മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ കൊടുക്കേണ്ടത്. ഫ്രൂട്ട്സ്, പാല് ഇതൊക്കെ കഴിക്കുന്നത് പോലെ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ കൊടുക്കുക. NPK നമുക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് NPK കൊടുക്കുക.
ഈ വളങ്ങൾ കലക്കി വെള്ളത്തിൽ കലക്കിയിട്ട് മൈന്യൂട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ഇതിന് അതായത് ആവശ്യത്തിനുള്ള ചെടിക്ക് ആവശ്യമുള്ള സാധനം മാത്രമാണ് വേരാണ് വലിച്ചെടുക്കുക. ഈ വേര് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെടിക്ക് എന്താണോ ഹെൽത്തായിട്ട് വേണ്ട ആ സാധനം മാത്രമേ വലിച്ചെടുക്കുള്ളൂ. കൃഷി എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മൾ സാധാരണ ലാൻഡിൽ ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും ചിലവ്. അതിന് കാരണം പറയാൻ, ഇപ്പോൾ നമ്മളൊരു സ്ഥലം ഒരുക്കി ചെയ്യുകയാണെങ്കിൽ അവിടെ പൂട്ടണം, അവിടെ കള്ളി വെട്ടണം, അരിക്ക് വെക്കണം, അതിന് വളങ്ങൾ ചെയ്യണം, മണ്ണിട്ട് കൊടുക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു വരാനുണ്ട്. ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് കളവറിയാണ്. ഈ ഗ്രോ ബാഗ് വലുതാവും തോറും നമുക്ക് കിഴങ്ങ് കൂടുതൽ കിട്ടാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇത് വളരാനായിട്ട് ഉള്ളൊരു ഇത് വേണം. ഈ ഒരു ചെടി ഉണ്ടല്ലേ, ഈ ഒരു ചെടിക്കകത്ത് ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റെമ്പ് കണ്ടോ, ഈ സ്റ്റെമ്പുകൾ പുതിയതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ ഗ്രോ ബാഗുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ തണ്ടുകൾ കിട്ടും, കൂടുതൽ വരും. അതെ, കുറച്ചും കൂടെ കൂടുതൽ മണ്ണ് ചകിരിച്ചോറ് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്പേസ് ഉള്ളതുകൊണ്ട് അത് വന്ന് ഫില്ലാവും. ശരിക്കും വലിയതാണെങ്കിൽ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു 18 അല്ലെങ്കിൽ 20 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഈൽഡ് കിട്ടാൻ സാധാരണ ചാക്കിൽ വെച്ചാലും മതിയല്ലേ, നല്ലതാണ് അല്ലേ? ഈ പറഞ്ഞല്ലോ, ആർക്കും ഉപയോഗിക്കാം ഈ രീതി. ഏത് രീതി ഏത് സൈസ് അവനവന് തീരുമാനിക്കാം, അവനവന്റെ ബഡ്ജറ്റ് അനുസരിച്ച് തീരുമാനിക്കാം. ഏറ്റവും കുറഞ്ഞ 15 എന്നുള്ള രീതിയിൽ ചെയ്താൽ വ്യാവസായിക ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷം ഇഞ്ചിക്ക് നല്ല വില ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വില ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 13,000 രൂപ വരെ വില ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ. 13,000 രൂപ വില എന്ന് പറയുമ്പോൾ 60 കിലോയ്ക്കാണ് 13,000 രൂപ വില. അപ്പോൾ 1 കിലോയ്ക്ക് 200 രൂപയെങ്കിലും കർഷകന് ഞങ്ങൾക്ക് റെഡിയിൽ കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഏകദേശം 300 രൂപയോളം വില വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ. ഈ വർഷവും ഏകദേശം അതേപോലെ തന്നെ നിൽക്കുന്നു. പക്ഷെ ഈ ഒരു രീതിയിൽ വരുമ്പം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കൃഷിയിൽ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയാനായിട്ട് കേട്. ഒരു കൃഷിക്കാരൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കീടനാശിനി, ഇതൊക്കെയാണ് ഏറ്റവും. പക്ഷെ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ കേടിൻ്റെ എണ്ണം കുറവുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യുന്ന മരുന്നുകളുടെ എണ്ണം കുറവ് മതി, ലേബർ ചാർജ് കുറവ് മതി. ഇനി ഹാർവെസ്റ്റിങ്ങിൻ്റെ ഒരു സമയം വരികയാണ്, നമ്മൾ മറ്റേത് കൈക്കോട്ടുകൊണ്ട് പറിച്ച് ആളുകളെ കൂട്ടി വേണം എടുക്കാൻ. ഇത് വേണ്ട, ഇതൊരു 4-5 ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഗ്രോ ബാഗ് കട്ട് ചെയ്യുന്നു, നേരെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവം വളരെ ഈസിയായി. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെ 4 പേരുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ലോഡ് ഇഞ്ചി കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു 100, 200, 500 ബാഗ് കൊണ്ട് കട്ട് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം കഴിഞ്ഞു. ഇതിനകത്തുനിന്ന് ബാക്കി വരുന്ന മണ്ണുകൾ വേണമെങ്കിൽ അടുത്ത വർഷത്തേക്ക് റീയൂസ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ വീഡ് മാറ്റ്. ഇത് മൊത്തം വിരിക്കും. ഇതിപ്പോ അടുത്ത വർഷത്തേക്ക് ഒരു സാമ്പിൾ എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടാൽ അറിയാം. ഇവിടെ ഒന്നും ഒരു കളയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മുഴുവൻ കളകെളുത്ത് തുടങ്ങി. മണ്ണിന്റെ അഡ്ജിലെടുത്ത് കളകെളുത്ത് തുടങ്ങി. അപ്പം ഇത് ഒരിക്കലും കള ഇതിനകത്തേക്ക് മേലേക്ക് പൊന്തില്ല. 100 GSM ആണ്, 100 GSM വീഡ് മാറ്റ് ആണ്. ഈ വീഡ് മാറ്റിനകത്തേക്ക് നമ്മൾ ഇതേപോലെ ഗ്രോ ബാഗ് വെക്കുമ്പോൾ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഗ്രോ ബാഗ് വെക്കാൻ താഴ്ത്തുനിന്ന് പുല്ല് വരില്ല. പുല്ല് മേലെ അടിയിൽ നിന്ന് കിളുത്ത് വരില്ല. അതിനെ അവിടെ അമർത്തി. ഈ കർഷകന്റെ നമ്മൾ 13,000 രൂപ നേരത്തെ കിട്ടുമെന്ന് പറഞ്ഞു, കഴിഞ്ഞ വർഷം കിട്ടിയെന്ന് പറഞ്ഞു. അതെ, കിലോക്ക് 200 രൂപ 200 മേലെ കിട്ടിയെന്ന് പറഞ്ഞു. അതെ, പക്ഷെ ഇതൊരു ഉറപ്പുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല കൃഷിക്കല്ലേ. അല്ല, വിലയ്ക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ വിലയ്ക്ക് ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് മാറിയത്. കാരണം ഇത് ഇഞ്ചി കൃഷി ഒരു സൈക്ലിംഗ് ആണ്. 5 വർഷത്തിൽ ഒരിക്കലാണ് ഈ വില കൂടുതൽ വരിക. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ലാഭങ്ങളും കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഇനി വരുന്ന ഒരു വർഷത്തിലേക്ക് ഏറ്റവും വില കുറവുള്ളൊരു വർഷമാണെന്നുള്ള കൃത്യമായ ബോധ്യങ്ങൾ മനസ്സിലുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് കൂടുതൽ വരുമാനം കുറയും എന്നുള്ളതിനനുസരിച്ച് ചെലവ് കുറയ്ക്കണം. ചെലവ് കുറയ്ക്കണം. ചെലവ് കുറയുന്നതോടൊപ്പം തന്നെ വിളവ് കൂടണം. വിളവ് കൂടണമെങ്കിൽ വേറെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ കർഷകരൊക്കെ വയനാട്ടിലെ കൃഷിക്കാര് വയനാട്ടിലെ ഇഞ്ചി കൃഷി എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. വയനാട്ടിലെ കൃഷി എന്തുകൊണ്ട് വയനാട്ടിലെ കൃഷികൾ ആളുകൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിന് നമ്മളിപ്പോൾ മേലെ ഗ്രോ ബാഗ് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, വയനാട്ടിലെ കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ വയലിൽ ഇതിന്റെ സാമ്പിൾ കാണിക്കാനായിട്ട് വയലിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതേ സെയിം സാധനം അതേ ദിവസത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിളവ് എന്താണെന്നും മേലെ ഗ്രോ ബാഗിന്റെ വിളവ് എന്താണെന്നും ഇതെന്താണെന്നും ഇവിടെ ഉണ്ടാവുന്ന കേടെന്താണെന്നും ഇവിടെ ഒരു ബെഡിന് കേട് വന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് വന്ന് കാണാം. ഇത്രയും കളകൾ തന്നെ പറിച്ചു തരുന്നതിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആണ്. ഇതിന് കളനാശിനി അടിക്കണം,
ഇതിനെ മരുന്നുകൾ അടിക്കണം, ഇതെല്ലാം കളയണം. മറ്റത് അങ്ങനെയല്ല, ഇതിനകത്ത് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് മാറ്റി ചെയ്യാം. ഇതുണ്ട്, ഇത് ഈ സംവിധാനം, ഇതാ ഈ ഒരു ചോട്, ഇതിനകത്തെ ഇത് ഹെൽത്ത് അല്ല, ഇത് വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തൊട്ടപ്പുറത്ത് അവിടെ ഹെൽത്ത് അല്ല, അതാ അവിടെ ഇതും ഹെൽത്തായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇത് മറ്റേ ഗ്രോ ബാഗ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ഥലങ്ങളിൽ മണ്ണിന് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടാവും, NPKയുടെ കുറവുണ്ടാവും. ഇതൊന്നും നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗ്രോ ബാഗിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതികളെല്ലാം നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസുകളും വളങ്ങളും അതിനകത്തേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാം. അതുകൊണ്ടാണ് അത് കൂടുതൽ സക്സസ് ആവാനും കാരണം. അത് 20-ാം തീയതി നട്ടു, ഒരു ദിവസം ലൈറ്റായിട്ട് 21-ാം തീയതി ചെയ്തു. ഒരു ദിവസത്തെ വ്യത്യാസം. അവിടെ എന്ത് ചെയ്യുന്നോ അതേ സെയിം സാധനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്തതിന് ശേഷമാണ് ഈ റൊട്ടീൻ നമ്മുടെ തീരുക. അവിടെ വളം കലക്കി ഒഴിക്കുന്നു, അത് മാത്രമാണ് ഇവിടെയും കലക്കി ഒഴിച്ചിട്ടുള്ളത്. ഇവിടെ തണ്ടിന് കരുത്തില്ല, സ്ട്രെങ്ത് കൂടുതലില്ല. അതായത് സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഇലകൾ കൂടുതലില്ല, വരുന്നില്ല, എണ്ണം കുറവുണ്ട്. ഈ ചെടികളുടെ എണ്ണം ഒരു ചുവട്ടിൽ ഇപ്പോൾ അവിടെ നട്ടിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയും ഇവിടെ നട്ടിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയും ഒരേപോലെയാണ്, ഒരു വ്യത്യാസമില്ല. ഒരു ചുവട്ടിൽ 20, 25, 30 എണ്ണമൊക്കെ അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ എണ്ണിയ 10 എണ്ണം പോലും നിലവിൽ എത്തിയിട്ടില്ല. നല്ലൊരു മഴ വരുന്നുണ്ട് അതിനിടയിൽ. കേടുവരുന്നതാണ് പറഞ്ഞ ആ യൂണിറ്റ് എടുത്ത് മാറ്റി. ഇപ്പൊ ഇത് 20 അടി വീതിയിലുള്ള ബെഡാണ്. നേരത്തെ പറഞ്ഞ 20 അടി വീതിയുള്ള ബെഡാണ്. 20 അടി ബെഡിന്റെ നടുഭാഗത്താണ് ഞാൻ ഒരു കേട് വന്നിട്ടുള്ളത്. ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഞാനത് ഏത് രീതിയിലാണെന്നുള്ളത്. ഇത് കേട് വന്ന ഒരു ചോടാണ്. ഈ ചോട് ഇഞ്ചി കേട് വന്നു. ഈ ബെഡിന്റെ നടുക്കായതുകൊണ്ട് ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അടിയിൽ നിൽക്കും, അതവിടെ ചീഞ്ഞ് അടുത്ത ചെടികളിലേക്ക് അത് സ്പ്രെഡ് ആവും. ഇതിൻ്റെ വൈറസ് അങ്ങോട്ടും ഇങ്ങോട്ടും പടരാൻ സാധ്യതയുണ്ട്. ഇഞ്ചി കൃഷിയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരുന്ന ഒന്ന് മഹാളി. വയനാട്ടിലുള്ള കൃഷിക്കാർ മുഴുവൻ ഇവിടുന്ന് പോകാൻ കാരണം മഹാളി എന്ന് പറയുന്നൊരു വൈറസ് വന്നു കഴിഞ്ഞാൽ കുറേ കാലങ്ങളോളം പിന്നെ ആ മണ്ണിൽ ഇഞ്ചി ചെയ്യാൻ പറ്റില്ല. നമുക്കത് അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഗ്രോ ബാഗിനെ കുറിച്ച് ചിന്തിച്ചത്. ഈ ഗ്രോ ബാഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ചെയ്തു, ഇത് ഒരേ സ്ഥലത്ത് തന്നെ ചെയ്തു. ആ സാധനം എടുത്തു മാറ്റുന്നു, പുതിയ മണ്ണ് കൊണ്ടിരുന്നു, പുതിയ ചരിച്ചോറ് കൊണ്ടിരുന്നു, പുതിയ സാധനം കൊണ്ടിരുന്നു, വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വർഷങ്ങളോളം നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ഈ വർഷങ്ങളോളം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വയനാടിനാലും ഏത് മണ്ണുകളിലാണ് നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന കെമിക്കലുകൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഇതെല്ലാം നമുക്കൊരു 4-5 വർഷം കിടന്നു കഴിയുമ്പോൾ ഇത് മുഴുവനും നമുക്ക് എന്തായി കിട്ടും? ഈ മണ്ണിലുള്ള കെമിക്കലുകൾ ഇത് മുഴുവൻ നശിച്ച് മണ്ണിനെ കൂടുതൽ സംരക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു രീതിയോട് കൂടിയിട്ട് 5 വർഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വയനാടിന്റെ മണ്ണിനെ കൂടുതൽ ഫെർട്ടൈലാക്കാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. കൃഷിക്കാർക്ക് കൂടുതൽ ഉപകാരങ്ങളാവും, കൃഷിക്കാർക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, പുതിയ ടെക്നോളജി ആയിട്ട് മാറാൻ പറ്റും. ബിനീഷ്, നിങ്ങൾ കുറെ ആൾക്കാർ ഇപ്പോൾ ഒരു സംഘടനയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ അല്ലേ? കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 1000-ഓളം മെമ്പേഴ്സുള്ള ഒരു NFPO, നാഷണൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉള്ള കർണാടകയിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ വിധത്തിലേക്ക് മാറുകയാണോ? കൃഷിക്കാർക്ക് ഇത് റിസൾട്ട് കിട്ടണം, പുതിയ റിസൾട്ട്. ഇപ്പം ഞങ്ങൾ ഇവിടെ വയനാട്ടിലുള്ള ആളുകളൊക്കെ കർണാടകയിൽ കൃഷിക്ക് പോയത് കാരണം എന്താ വെച്ചാൽ ഞങ്ങളിവിടെ നാട്ടിലുള്ള മുൻ ആളുകൾ കർണാടകയിൽ കൃഷിക്ക് പോയി അവിടെ അവർ ഡെവലപ്പായി അവരുടെ ജീവിത രീതി നന്നായപ്പോഴാണ് പുറകെ ഞങ്ങൾ യുവാക്കളെല്ലാം അവരുടെ പുറകെ പാത പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ കർണാടകയിലേക്ക്. എന്ന് പറഞ്ഞതുപോലെ കൃഷിക്കാർക്ക് ഇത് കണ്ടു വിശ്വസിക്കണം. ഒരാൾ ചെയ്താൽ മാത്രം, അല്ലാതെ എല്ലാവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു യുവ കർഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ആഹ്വാനം. കണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സാധനം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നുള്ള കാര്യമാണ്. അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോരാ? പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് കാണാവുന്നതാണ്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് കൃത്യമായ രീതി ഞാൻ കാണിച്ചു തരാം. സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ജോലിക്കാർക്കും സാധാരണ കൃഷിക്കാർക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിൾ ടെക്നോളജിയാണ്. സാധാരണ ഗ്രോ ബാഗ് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഇത് സാധാരണ കവറുകൾ കിട്ടുന്ന ഗ്രോ ബാഗ്, കടകളിൽ പാക്കറ്റ് കിട്ടുന്ന ഗ്രോ ബാഗ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 15x15 ഗ്രോ ബാഗ്. ഇതിനകത്തേക്കാണ് നമ്മൾ വിത്ത് വെക്കുന്നത്. ഇത് ഈ ഹോൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം അധികം മഴ പെയ്താലും അധികം വെള്ളം ഒഴിച്ചാലൊക്കെ വെള്ളം പോകാൻ വേണ്ടിയാണ് ഇതേപോലെ ഹോൾസ് ഇട്ടിട്ട് ചീഞ്ഞു പോകില്ല. വിത്ത് ചീഞ്ഞു പോകരുത്, നീർവാർച്ച ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നിറയ്ക്കുന്നത് ഇത് ചാണാനാണ്, നമ്മുടെ സാധാരണ മണ്ണിലുള്ള ചാണാനാണ്, നല്ല ചാണാനാണ്. ഇത് ചകിരിച്ചോറ്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കൊക്കോഫിറ്റ് എന്ന് പറയുന്നത് കമ്പോസ്റ്റ് ചെയ്ത കൊക്കോഫിറ്റ് ആണ്. കൊക്കോഫിറ്റ് ഡയറക്റ്റ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കരുത്. അതിനകത്തൊരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കൽ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ
നേരിട്ട് കൃഷികളിലേക്ക് ഏത് കൃഷികൾക്കാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ കൊക്കോഫിറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ തണുപ്പ് കിട്ടാനും വേര് കൂടുതൽ വേരോട്ടം ഉണ്ടാവാനും ഒരു സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കൊക്കോഫിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചാണാൻ ഒരു ബേസിക് ആയിട്ടുള്ള NPK ബേസ്ഡ് ആയിട്ടുള്ള ഒരു വളങ്ങൾ ഇതിനകത്ത് കിട്ടും. നൈട്രജൻ ഫോസ്ഫേറ്റ് ഒക്കെ അടങ്ങുന്ന ഒരു സാധനമാണ് ചാണാൻ. അതുകൊണ്ടാണ് ചാണാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന് കൂടുതൽ മണ്ണ്, ഈ കിടക്കുന്ന മണ്ണ് നമ്മൾ ഉപയോഗിച്ച് ഇത് മൂന്നുമാണ് മിക്സ് ചെയ്ത്, അതായത് ഒരു കൊട്ട ചാണാൻ മിക്സ് ചെയ്തതിലേക്കാണ് നമ്മൾ ഇഞ്ചി വെക്കേണ്ടത്. കയ്യ നോക്കണേ. ഇതങ്ങിട്ടു അതിനുശേഷം ഈ കരിയില പച്ചലയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ കിട്ടുന്ന ഇതിനകത്തൊക്കെ അല്ല, ഇതിനകത്തൊക്കെ മൈക്രോന്യൂട്രിയൻ. പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇഞ്ചി നടന്ന സമയത്ത് ഈ ഇഞ്ചിയുടെ വാരങ്ങളിൽ വെച്ചോണ്ടിരുന്ന പ്ലാവല, മാവല വെട്ടിയിട്ട് പ്ലാവിന്റെ ഇലയിൽ ചോര വെട്ടിയിട്ടാണ് വെച്ചോണ്ടിരുന്നത്. പച്ചലണ്ടിയിൽ ആ സാധനത്തിന് ഗുണങ്ങൾ കൂടുതലാണ്. അതാണെങ്കിലും കുഴപ്പമില്ല. ഇത് അവിടെ ഇരുന്ന് ഉണങ്ങി വളമായിട്ട് വരുവാണല്ലോ ചെയ്യുക. അല്ല, ഒരിക്കലല്ല. ഉണക്കിടാം, പച്ചയിടാം. ഇതിന്റെ മേലേക്ക് അവൈലബിൾ ഇടാം, അതിട്ട് കൊടുക്കാം. ഇനി വാഴയുടെ ഇല കീറിയിട്ട് അതിട്ട് കൊടുത്താലും മതി. തണുപ്പ് കിട്ടുക, ഈ ഇഞ്ചി വിത്ത് നട്ട ഇഞ്ചിക്ക് തണുപ്പ് കിട്ടുക, ഇതിനകത്തുള്ള മണ്ണിന് മോയ്സ്ചർ നിലനിർത്തുക, നേരിട്ട് സൂര്യപ്രകാശം അടിച്ച് ഇതിനെ നശിച്ചു പോകാതിരിക്കുക. അതാണ് ഇല ഇടുന്നതിന്റെ ഉദ്ദേശം. നമ്മൾ ഇഞ്ചി നട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 15-20 ദിവസത്തിനിടയ്ക്ക് ഇതിന് മുള വന്നു തുടങ്ങും. മുളയ്ക്ക് മേലേക്ക് വന്നു തുടങ്ങും. ഈ മുള വരുന്നതോടൊപ്പം തന്നെ ഓൾറെഡി ഇതിന് ഇഞ്ചിക്കിന്റെ പ്രത്യേകത, ഇതിനകത്ത് റൂട്ടും ഡെവലപ്പായിട്ട് താഴേക്ക് വന്നിട്ടുണ്ടാവും. 20 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് നമുക്ക് വളം അപ്ലൈ ചെയ്ത് തുടങ്ങാം. വളം അപ്ലൈ ചെയ്ത് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞ പോലെ കലക്കി ഒഴിക്കുക. ഫസ്റ്റ് ഡോസിൽ ലൈറ്റായിട്ട് അയച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും 15 ദിവസം, എല്ലാ 15 ദിവസവും ഇടവിട്ട് വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അടിപൊളി, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത, ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കാത്ത, മാർക്കറ്റിൽ പോയി വാങ്ങുന്ന മാർക്കറ്റിൽ ഞാൻ കൃഷി ചെയ്യുന്ന ആളായതുകൊണ്ട് മാർക്കറ്റിൽ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ലൈവായിട്ടുള്ള നമുക്ക് നല്ല സ്ഫുടം. ഇപ്പോൾ വേണേ ഒരു കാര്യം ചെയ്യാം, ഈ ഇഞ്ചിക്കകത്ത് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് നമുക്ക് കറിയിലേക്ക് ഇടാൻ പറ്റും. ബാക്കിയുള്ളത് അവിടെ നിന്നോളും, ആ ഗ്രോ ബാഗിൽ തന്നെ നിന്നോളും. അങ്ങനെ വേണേൽ നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പൊ ധൈര്യമായിട്ട് ഇഞ്ചി വാങ്ങാം. അല്ല, വാങ്ങണ്ട, ഇമാതിരി ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊല്ലം മുഴുവൻ ആവശ്യത്തിന് കിട്ടും ധൈര്യമായിട്ട്. എന്നുവെച്ചാൽ മറ്റെന്തെങ്കിലും അമിതമായി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ ഇടുന്ന മരുന്നേ അതിന് കിട്ടുന്നുള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികളെ വരുന്നുള്ളൂ. ആ വിശ്വാസത്തോടു കൂടി കൃഷിയെ ജീവിതത്തിലേക്ക്, അടുക്കളയിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാണ്. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.